ഹായ് ഹലോ, ഞാൻ കവി അനകാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഴ്സറിയിൽ നിന്ന് ആദ്യമായിട്ട് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം വാങ്ങുന്ന പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആണോ എന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ഇലയിൽ പുഴുക്കളോ അല്ലെങ്കിൽ നമ്മുടെ എട്ടുകാലി പോലുള്ള ജീവികളോ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അതിൻ്റെ വേരിൽ നോക്കുക, വേര് ചീഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കുക. ചെടിയൊക്കെ പൂക്കളോടുകൂടി വാടി നിൽക്കുന്നത് കാണാം. അത് വെയിൽ കൊണ്ടിട്ടാണെന്ന് കരുതി അതാരും വാങ്ങരുത്. അതിൻ്റെ വേരിന് ചീയലുണ്ടാകും. ആ ചെടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് ചീഞ്ഞു പോകത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ മൊട്ടുകളും പൂവുകളും നോക്കുക. മൊട്ടുകളൊക്കെ ഇങ്ങനെ മുരടിച്ച് ഉണങ്ങി ഒരുമാതിരി നിൽക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ അതൊന്നും വാങ്ങരുത്. എപ്പോഴും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളങ്ങനെ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങി വീട്ടിലെത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ റീപോർട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഒരു 2 ദിവസം നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇണങ്ങിയതിന് ശേഷം മാത്രം റീപോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ റീപോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ലൊരു പോട്ടാണ് കേട്ടോ. അതായത് നല്ല ഡ്രെയിനേജ് ഹോളൊക്കെയുള്ള വെള്ളം ഒട്ടും തന്നെ തങ്ങി നിൽക്കാതെ ഫുള്ളായിട്ടും വാർന്നു പോകാൻ പറ്റിയൊരു പോട്ടായിരിക്കണം. ഞാൻ അങ്ങനെ ഒരു പോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് ഞാൻ പോട്ടിലേക്ക് കുറച്ച് ചകിരിയും കരിയിലയും നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ശീമക്കൊന്നയുടെ ഇലയും കരിയിലേക്ക് ഇടുന്നത് കൊണ്ട് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. അത് പിന്നീട് നല്ലൊരു ജൈവവളമായി മാറുകയും ചെയ്യും. നമുക്ക് ഈ ചട്ടി യഥേഷ്ടം എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് മാറ്റി വെക്കാനും പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ മണ്ണ് അധികം ഇടുന്നില്ലല്ലോ. അപ്പോൾ ഈ പ്ലാന്റ്സിനെന്ന് വെച്ചാൽ അധികം വെള്ളം ആവശ്യമില്ല കേട്ടോ. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോയി ഈ ചെടി തന്നെ ഡെത്താകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നമ്മൾ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഞാൻ കുറച്ച് മണ്ണിടുന്നുണ്ട്. ഈ മണ്ണിൽ ഞാൻ എല്ലാ വളങ്ങളും കൂടെ യോജിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതായത് എല്ലുപൊടി, ചാണകപ്പൊടി, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ കരിയില കമ്പോസ്റ്റോ വെർമി കമ്പോസ്റ്റോ എന്ത് വേണേലും നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചകിരിച്ചോറ് മാക്സിമം കുറച്ച് ഉപയോഗിക്കുക. ചെറിയക്കാർ ഈ ഒരു പ്ലാന്റ്സിന് ചകിരിച്ചോറിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് കാരണം അവരത് സെയിലിന് വേണ്ടിയാണല്ലോ. അപ്പോൾ ഒരുപാട് ചെടികൾ നഴ്സറിയിലുള്ളപ്പോൾ അവർക്ക് ഈ ഒരു ചെടി മാത്രം കെയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വെള്ളം എപ്പോഴും ഒരു തങ്ങി നിൽക്കുന്നതിന് വേണ്ടിയാണ് അവർ കൂടുതലും ചകിരിച്ചോറ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സൺലൈറ്റ്. നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് കൊണ്ട് ഈ ഒരു പ്ലാന്റ്സ് വെക്കരുത്. കാരണം ഇതിന് അധികം വെയിലടിച്ചാലും ഈ പ്ലാന്റ്സ് പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെടിച്ചട്ടിയിൽ നിന്ന് പ്ലാന്റ്സ് അങ്ങനെ തന്നെ ഇങ്ങ് പൊക്കിയെടുക്കാതെ അതിൻ്റെ ചുറ്റുവട്ടത്തൊന്ന് മെല്ലെ അടിച്ചു കൊടുത്തതിന് ശേഷം കമത്തി പിടിച്ചുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ പ്ലാന്റ്സ് ഇങ്ങോട്ട് പൊങ്ങിപ്പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വേരുകളൊന്നും പൊട്ടിപ്പോകാതെ തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി മെല്ലെ സാവധാനം മാത്രം ചെടിച്ചട്ടിയിലോട്ട് ഇറക്കി വയ്ക്കുക. നമ്മൾ വേണമെങ്കിൽ അത് ആ ചകിരിച്ചോറൊക്കെ കുറച്ച് കളയാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ പൊട്ടാനും ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. പ്ലാന്റ്സ് നമ്മൾ ചട്ടിയിൽ വെച്ചതിന് ശേഷം അതിന് ചുറ്റിനുള്ള ഇലകൾ ചീഞ്ഞ ഇലകളുണ്ടാകും, ചിലപ്പോൾ മഞ്ഞ കളറിലെ ഇലകളുണ്ടാകും, അപ്പോൾ അല്ലെങ്കിൽ മണ്ണിലോട്ട് മുട്ടി നിൽക്കുന്ന ഇലകളുണ്ടാകും. ഈ ഇലകളൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇല അവിടെ കിടന്ന് ചീഞ്ഞ് ആ പ്ലാന്റ്സ് തന്നെ ഡെത്തായി പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആ പോട്ടിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് കരിയില തന്നെയായിട്ട് ഇട്ട് കൊടുത്തത്. ഞാൻ മണ്ണ് തീരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് കരിയിലും കുറച്ച് ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണും കൂടി ഇട്ട് ഞാനത് ഫില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചകിരിച്ചോറ് കുറച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നീട് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിൻ്റെ വേര് ഭാഗത്തുനിന്ന് നോക്കണം, വെള്ളം ആവശ്യമുണ്ടോ ഇല്ലേന്ന് അറിയണം. എന്നിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെള്ളം ഉണ്ടോ എന്നറിയാൻ അതിൻ്റെ വേരിൽ നിന്നൊക്കെ കുറച്ച് മാറി ഒരു കമ്പ് എടുത്തൊന്ന് താഴ്ത്തി കൊടുത്ത് നോക്കുക. അപ്പോൾ കമ്പ് നനവുണ്ടെങ്കിൽ അതിന് വെള്ളമുണ്ട്, നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് തന്നെ പ്ലാന്റ്സൊക്കെ നട്ടോട്ടെ. ഇനി ഇതിനെ കൊണ്ട് ICUയിൽ വെക്കണം. ഒരാഴ്ച നമ്മളിതിനെ വെയിലും മഴയോ മഞ്ഞോ ഒന്നും കൊള്ളിക്കാതെ ഇവരുടേതായ ഒരു ICUയിലോട്ട് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നഴ്സറിക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറാണ്. കണ്ടോ ആ നഴ്സറി ആ പോട്ടിൻ്റെ ഒരു വ്യത്യാസം നോക്കിക്കേ, ഫുള്ളും അതിന് ഹോളാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം വെള്ളം നിന്നിട്ട് ബാക്കി വെള്ളമൊക്കെ താഴത്തോട്ട് തന്നെ പൊയ്ക്കോളൂ കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പൂവൊക്കെ കരിഞ്ഞതിന് ശേഷം ആ പൂവ് അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട
ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ഫ്ലവർ കൊഴിഞ്ഞു പോയി അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിച്ച് കളയാമെന്ന് വിചാരിക്കരുതും. ആ ഒരു ഫ്ലവർ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ആരംഭം. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ആ ഫ്ലവർ മൊത്തം കട്ട് ചെയ്ത് കളയുക. അല്ലാണ്ട് ഓരോന്ന് കട്ട് ചെയ്യരുത് കേട്ടോ. എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്നും അത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അവിടെ നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നമുക്ക് പുതിയ ഓരോ ചെടികളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്ലാന്റ്സിൻ്റെ കാലാവധി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് തന്നെ പുതിയ പുതിയ ബ്രാഞ്ചസ് വരുന്നത് ഓരോ ചട്ടിയിലോട്ട് മാറ്റി നമുക്ക് ഓരോ തൈകളാക്കി എടുത്തു കഴിഞ്ഞാൽ എന്നും നമ്മുടെ അടുത്ത് ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടാവും. ഇനി നമുക്കിതിന് എന്തൊക്കെ വളം കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഈ ചെടി റീപോട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് കമ്പോസ്റ്റ് ആയാലും അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. നട്ടതിന് ശേഷം ഏകദേശം ഒരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിന് വീണ്ടും വളം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് മുട്ടത്തോടോ അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ തൊലിയോ ഉണക്കി പൊടിച്ചതോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് അരച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലുപൊടി അതിനൊന്നും വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത വളങ്ങളാണ് കേട്ടോ. അതുപോലെ കടലപ്പിണ്ണാക്ക് എന്തോ 1 കിലോത്തിന് 35 രൂപയ്ക്കേ ഉള്ളൂ. അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഞ്ഞിവെള്ളത്തിൽ ഒരാഴ്ച പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് നേർപ്പിച്ച് നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുകയും പൂവിടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ജമന്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു അറിവുകളാണ് നിങ്ങളിലോട്ട് ഞാൻ പറഞ്ഞു തന്നത്. അതിൽ തെറ്റുണ്ടാവും, ശരിയുണ്ടാവും. എന്തായാലും നിങ്ങളത് അതുപോലെയൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്തായിട്ടുണ്ടെന്ന് അറിയാം. എന്തായാലും പറഞ്ഞു വന്നപ്പോഴത്തേനും കൂടിപ്പോയി. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ.